ഇതിലുണ്ടായിരുന്ന വെള്ളം ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യുന്ന ക്ലോത്ത്. ഇതാണ് ഷമ്മി ക്ലോത്ത്, നമ്മുടെ റിയൽ ഹീറോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് തുറന്നു നോക്കാം. ഞാൻ വന്നിട്ട് ഇതുവരെ തുറന്നിട്ടില്ല. ആമസോണിൽ നിന്നാണ് ഞാൻ വരുത്തിച്ചത്. ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങി. ഇത് കഴിഞ്ഞ് 3-4 ദിവസമായിട്ട് ഇവിടെ വന്നു. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. മീൻ മുറിക്കുന്ന കത്രി വച്ചിട്ടാണ് ഞാൻ തുറന്നു നോക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ ബ്ലേഡൊന്നുമില്ല. അത്യാവശ്യ സാഹചര്യത്തിൽ തുറന്നു നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യം കാണാൻ പറ്റുന്നില്ല. ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. ഒരുപാട് സെല്ലോ ടേപ്പ് ഒരുപാട് ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ്, ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പറിച്ചുകൊണ്ടിരിക്കാനേ സമയമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത്, ഷമ്മി ക്ലോത്ത് അല്ലെങ്കിൽ ചാമോയ്സ് ക്ലോത്ത് എന്ന് പറയുന്ന ക്ലോത്ത്. ഒന്നുകൂടി ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ 2 ഓർഡർ ചെയ്തത്. 2 ഓർഡർ ചെയ്തു മീൻസ് 2 ഒരു പാക്കായിരുന്നു, ഒരുമിച്ചൊരു കോംബോ. കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഇതിൻ്റെ പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലൊന്നും അല്ല ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരല്പം സൈഡിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇനി അത് കുഴപ്പമില്ല, നമുക്ക് തുറന്നു നോക്കാം. ഇതാ, അപ്പോൾ 2 ക്ലോത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 2 വാങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ബൈക്കിന്, ഒന്ന് കാറിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒന്ന് നമുക്ക് വണ്ടിക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കാം. ഏത് വണ്ടികൾക്കും ഉപയോഗിക്കാം. മറ്റൊന്ന് നമുക്ക് വീട്ടിലെ അടുക്കളയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കുറച്ചുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് വാങ്ങി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം. മിനിമം ഒരു 3 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം. മിനിമം ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങളിത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം തന്നെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി. വേണമെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ളൊരു ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാം. വളരെ മൈൽഡായിട്ട്, അതായത് സോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ സോപ്പ് മറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിച്ച് തുടയ്ക്കുന്നുള്ളൂ, വെള്ളം ഉണക്കിയെടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇത് കഴുകേണ്ട ആവശ്യം, സോപ്പിട്ട് കഴുകേണ്ട ആവശ്യം വളരെ കുറവാണ് വരിക. ഏതായാലും നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് മിനിമം ഒരു 3 മിനിറ്റെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 2.8 ലിറ്ററാണ്. ഇത് 3 ലിറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്റി. അതിൻ്റെ പകുതി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഞാൻ ഇട്ട് വയ്ക്കുകയാണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്തിൻ്റെ വെയ്റ്റിൻ്റെ 9 ഇരട്ടി വരെ വെള്ളം വലിച്ചെടുക്കാൻ ഈ ക്ലോത്തിന് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 3 മിനിറ്റ് കൂടുതലായിട്ട് ഈ ക്ലോത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 2.8 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഈ 2.8 ലിറ്ററിൽ ഏതാണ്ട് പകുതി കൂടുതൽ വെള്ളം ഇത് വലിച്ചെടുത്തു. നമുക്കൊന്ന് പിഴിഞ്ഞു നോക്കാം. പിഴിഞ്ഞിടാതെ വെള്ളം ഇങ്ങോട്ട് വീഴട്ടെ കേട്ടോ. ഓക്കെ, ഒന്നും കൂടെ ഇടാം. ഒന്നുകൂടി പിഴിയാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ് അകത്തുണ്ടായിരുന്ന വെള്ളം മുഴുവനും ഒരു 3 തവണയായിട്ട് ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ വലിച്ചെടുത്തു. എന്നിട്ട് ഈ ബോക്സിൻ്റെ അകം ഞാൻ ഒന്ന് ശരിക്കും തുടച്ചു, പുറവും തുടച്ചു. ശരിക്കും ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഡ്രൈ ആക്കി എടുക്കും. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളമുണ്ട്, പിന്നെ എൻ്റെ കൈ തൊടുന്നിടത്തൊക്കെ വെള്ളം വരുന്നുണ്ട്. അതല്ലാത്ത ബാക്കി എല്ലാ ഭാഗത്തും വെള്ളം വളരെ ശരിക്കും ക്ലീൻ ആയിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ക്ലോത്ത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് കഴുകി നോക്കാം കേട്ടോ. ഇതുണ്ട് കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടയ്ക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോട്ടൻ്റെ ക്ലോത്ത് ആദ്യമൊക്കെ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും, നല്ല ഡ്രൈ ആക്കും. ഇപ്പോൾ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയയിൽ കുറച്ച് വെള്ളമേ നിൽക്കുന്നുള്ളൂ, പിന്നെ എല്ലാ ഭാഗത്തേക്കും ഞാൻ തുടയ്ക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറിലൊക്കെ ആണെങ്കിൽ കോട്ടൺ വെച്ച് തുടയ്ക്കുമ്പോൾ ബോണറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ ഒരു കോട്ടൺ ഫുള്ള് നനഞ്ഞ് കുതിർന്ന് പോകും. പിന്നെ കോട്ടൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന് ഒരു അളവുണ്ട്. അതിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോവില്ല. അത് നമ്മൾ എത്ര പിഴിഞ്ഞാലും പിന്നെ അത് പോവില്ല. പിന്നെ നമ്മൾ തുടയ്ക്കുമ്പോൾ അങ്ങനെ നനഞ്ഞ തുണി വീണ്ടും തുടച്ച് കഴിയുമ്പോഴാണ് ഈ കാറിലെ വെള്ളത്തുള്ളികൾ അങ്ങനെ നിൽക്കുന്നതും പിന്നെ പോവാതെ വരുന്നതും. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഷമ്മി ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ ഈ ബൈക്ക് തുടയ്ക്കുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ തളിച്ചിട്ടൊന്ന് ഷമ്മി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. നമ്മൾ കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കുന്ന പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഒപ്പി എടുത്തു കഴിഞ്ഞാൽ, ഷമ്മി ക്ലോത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് ഒപ്പി എടുത്തു കഴിഞ്ഞാൽ തന്നെയും വെള്ളം വലിച്ചെടുക്കും. അതുപോലെ തന്നെ കാറിലാണെങ്കിലും നമുക്ക് ഷമ്മി ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ ഒന്ന് തുടച്ചെടുത്തിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിച്ചെടുത്ത വെള്ളത്തിൻ്റെ ബഹുഭൂരിപക്ഷം അളവും പിഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് പോകും. ഇത് മാത്രമല്ല, ഷമ്മി എപ്പോഴും അത് നനഞ്ഞ് തന്നെയാണ് ഇരിക്കേണ്ടത്. നനഞ്ഞിരിക്കുമ്പോഴാണ് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നത്. അതിൻ്റെ വെയിറ്റിൻ്റെ 10 ഇരട്ടിയോളം വെള്ളം വലിച്ചെടുക്കുന്നത് നമ്മൾ ആദ്യമേ തൊട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഷമ്മി നനഞ്ഞ് കാറ് തുടയ്ക്കാനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഷമ്മി തന്നെയാണ്. കാരണം പിഴിഞ്ഞ് കളയാൻ വളരെ എളുപ്പമാണ്. പിഴിയുമ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വരും, നമുക്കത് കാണാനും പറ്റും. ബൈക്ക് പോലെയല്ല കാറ് കഴിയുമ്പോൾ കുറച്ചധികം വെള്ളം ഉണ്ടാവും. നമ്മൾ കോട്ടൺ വെച്ച് തുടച്ചാലും കോട്ടൺ തുണി നനഞ്ഞു കുതിർന്ന് പിന്നെ പിഴിഞ്ഞാലും പോകാൻ പറ്റാത്ത രീതിയിലാവും. നമുക്ക് ഷമ്മി വെച്ചിട്ട് കാറ് കഴുകിയിട്ടും തുടച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ഷമ്മി ക്ലോത്ത് ഉപയോഗം കഴിഞ്ഞ്
ഷെമ്മി ക്ലോത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാ പിഴിഞ്ഞു, നന്നായിട്ട് പിഴിഞ്ഞു, വീണ്ടും പിഴിഞ്ഞു. ഇതിന് പരമാവധി വെള്ളം പുറത്തു പോകും. ഏതാണ്ട് ഉണങ്ങി തന്നെ ഇരിക്കും. ഇത്ര വെയിലത്ത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ടെന്നല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഉണങ്ങിയിരിക്കും. ഇപ്പം ഞാൻ ഒന്നുകൂടി അത് തുടച്ചു നോക്കുകയാണ്. ഈ ഷെമ്മി ക്ലോത്തും കോട്ടൻ്റെ ക്ലോത്തും ഉപയോഗിക്കുന്നത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ്റെ ക്ലോത്ത് 2-3 തവണ തുടച്ച് കഴിയുമ്പോഴേക്കും, കാറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 2-3 തവണ തുടച്ച് കഴിയുമ്പോഴേക്കും ഫുള്ള് നനയും. പിന്നെ എത്ര പിഴിഞ്ഞാലും വെള്ളം പോവില്ല അതിനകത്തുനിന്ന്. പിന്നെ അത് നനഞ്ഞു തന്നെ ഇരിക്കും. അത് നനഞ്ഞിരിക്കുന്നത് എത്ര പിഴിഞ്ഞാലും വെള്ളം പോവില്ല. പിന്നെ നമ്മൾ വീണ്ടും തുടച്ചാലും ആ നനവ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഷെമ്മി ക്ലോത്ത് അങ്ങനെയല്ല. നമ്മൾ ശരിക്കും ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് പുറത്തേക്ക് പോകും. ഒരല്പം മാത്രമേ അതിനകത്ത് ബാക്കി വെക്കുള്ളൂ. ആ ബാക്കി നിൽക്കുന്ന വെള്ളം പുറത്തേക്ക് ഇതിനകത്തേക്ക് പടരില്ല, വലിച്ചെടുക്കുകയുള്ളൂ. നമ്മൾ സ്ക്യൂസ് ചെയ്താൽ മാത്രമേ, അതായത് പിഴിഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. ഒരിക്കലും അതിനകത്തുള്ള വെള്ളം നമ്മൾ തുടയ്ക്കുമ്പോൾ വണ്ടിയിലേക്ക് ആവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. ഈ ഗ്ലാസ്സിലും മറ്റുമൊക്കെ വെള്ളം പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ വെള്ളം പിടിച്ചിരിക്കുന്നത് ഉണങ്ങണേനും ഇപ്പോൾ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ, പ്രത്യേകിച്ച് ഗ്ലാസ്സിൽ, നമ്മുടെ വിൻഡോ ഗ്ലാസ്സിലൊക്കെ ഒരു പാട് പോലെ പിടിച്ചിരിക്കും. അത് പിന്നെ അടുത്ത തവണ വീണ്ടും കഴിയുമ്പോഴേ അത് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ അപ്പോൾ തുടച്ച് കളയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഈ ഷെമ്മി ക്ലോത്തിൻ്റെതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് കഴുകാൻ പറ്റും. സോപ്പിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ കഴുകണമെങ്കിൽ കഴുകാം. എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഇത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ തുടച്ചെടുക്കുന്നത് ഷെമ്മി വെച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് ഇത് കഴുകേണ്ടൊന്നും ആവശ്യം വരില്ല, സോപ്പൊന്നും ഇടേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഫ്രണ്ടിലെ മഡ് ഗാർഡിൻ്റെ പുറകിൽ നിന്ന് തന്നെ പണി കിട്ടി. എന്തോ ഒരു ഗ്രീസ് പോലുള്ള എന്തോ ഒരു സംഭവം ആ ക്ലോത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം 2 പാടുകൾ. അപ്പോൾ അതുകൂടാതെ വേറെ പല സ്ഥലത്ത് പാടുകൾ വീണ്ടിരുന്നു. ഞാനത് പിന്നീടാണ് കഴിയത്. എന്ന് വെച്ചാൽ യാതൊരു വക പേടിക്കണ്ട. ഞാൻ ഒരു 5 മിനിറ്റ് അത് ഒരു ഷാമ്പൂവിൽ ഇട്ട് വെച്ചു. ഷാമ്പൂവിൽ ഇട്ട് വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ, വേറെ ഒന്നും ഉപയോഗിച്ചില്ല, വെറുതെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുമി നന്നായിട്ട് കഴുകിയതിന് ശേഷം എല്ലാ പാടും പോയി. അതിനകത്തുനിന്ന് ഒരു പാട് പോലും ഇപ്പോൾ അതിനകത്ത് അവശേഷിക്കുന്നില്ല. പിന്നെ അതിൽ എനിക്ക് ആകെ ഒരു അബദ്ധം പറ്റിയത്, രണ്ടാമത് കഴുകിയപ്പോഴും ഷാമ്പൂ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് തവണ വീണ്ടും കഴുകേണ്ട വന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, വീഡിയോയിൽ കാണാം, ഒരു പാട് പോലും ഇല്ല. ഞാനത് രണ്ടാമത് കഴുകിയെടുത്താണ്. മറ്റേ സൈഡോട് കണ്ടോ, യാതൊരുവിധ പാടും ഇപ്പം ആ ക്ലോത്തിനകത്ത് ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പാട് വീണെന്ന് വെച്ചിട്ട് യാതൊരു വിധ പേടിക്കേണ്ട. ഇപ്പോൾ കോട്ടൺ ക്ലോത്തിലാണെങ്കിൽ പോലും പാട് വീണ് കഴിഞ്ഞാൽ എത്ര ക്ലിയർ ആയിട്ട് പോകുന്നത് യാതൊരു ഉറപ്പുമില്ല. ഞാൻ ഈ ക്ലോത്ത്, ഷെമ്മി ക്ലോത്ത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ലോക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ശരിക്കും ഒരു ക്ലോത്ത് അല്ല, ഇതൊരു സിന്തറ്റിക് ലെതറാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ഇതൊരു തുണിയല്ല, ഒരു ലെതർ ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഞാൻ വീഡിയോയിൽ പലതവണ പറഞ്ഞെങ്കിലും വീണ്ടും പറയാണ്, തുണിയുടെ 10 ഇരട്ടി വരെ വെയിറ്റിലുള്ള വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്നലെ ആ ഒരു ബോക്സിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് പിടിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നത് കാരണം, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അവധി ദിവസം ആയതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൗണ്ട് ഡിസ്റ്റർബൻസ് ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഇന്നലെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് പുതിയ കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ കാറ് തുടച്ച് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് പിടിക്കാമെന്ന് ഓർത്തിട്ടാണ് രണ്ടാമത്തെ പാർട്ടായിട്ട് പിടിച്ചത്. അപ്പോൾ ഇന്നലെ ബൈക്കായിരുന്നു കാണിച്ചു തന്നത്. ബൈക്കിൽ പക്ഷേ ഒരു പരിധി കൂടുതൽ വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പാകത്തിന് ഒരുപാടൊന്നുമില്ല. അപ്പോൾ കാറ് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് കോട്ടൺ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ക്ലീനൊക്കെ ആവും. പക്ഷേ കോട്ടൻ്റെ ആ ഒരു നാരുകൾ വണ്ടിയിൽ പിടിക്കും, ചില്ലിലൊക്കെ പിടിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടൺ വെച്ച് തുടയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നമ്മൾ എന്ത് ചെയ്യുക, പിഴിഞ്ഞാലും അത് പോവില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എത്രയാണോ വലിച്ചെടുക്കുന്നത് അത്രയും തന്നെ വെള്ളം നമ്മൾ പിഴിയുമ്പോൾ ഇതിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് ലോക്കൽ ഷോപ്പുകളിൽ, ചില ഷോപ്പുകളിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഇനി അല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോൺ ബേസിക്സിൻ്റെ ഐറ്റമാണ് ഞാൻ വാങ്ങിയത്. ആമസോൺ ബേസിക്സിൻ്റെ 2 ക്ലോത്തിന് 499 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോൺ ബേസിക്സ് അല്ല, എങ്കിലും കുറച്ചുകൂടി ക്വാളിറ്റി ആമസോൺ ബേസിക്സിൻ്റെ ഐറ്റം ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആമസോൺ ബേസിക്സിൽ നിന്ന് ഇത് വാങ്ങുന്നതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ചാനലിനൊരു സപ്പോർട്ടും ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 3 പാക്സിൻ്റെ ഒരു മെയ്ഡ് ഇൻ ജർമ്മനി ഒരു ഐറ്റം ഉണ്ട്, അതും ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ റിവ്യൂസ് കുറവാണ്, ടിപ്സ് ആൻഡ് ട്രിക്സും ഇതുപോലുള്ള കാർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സറീസ്, ഒരുപാട് വിലയൊന്നും വരാത്ത സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ആക്സറീസാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. ഒരുപാട് വില വരുന്ന ആക്സറീസ് ഒന്നും തന്നെ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിൽ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇതുപോലുള്ള വീഡിയോസ് മറ്റാളുകൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്ത് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചാനലിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഐ എം സൈനിങ് ഓഫ്. നിസാമുദ്ദീൻ അലി. ബൈ ബൈ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ.